വളരെ പ്രധാനപ്പെട്ട ഒരു എപ്പിസോഡാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഒരു മേഖലയിലെ മനുഷ്യരാകെ തന്നെ നിത്യരോഗികളായും മാരകമായ അവസ്ഥയിൽ ജീവിക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരു ദുർഗതിയെക്കുറിച്ചാണ് ആമുഖമായി സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് തീർച്ചയായും കാണാതെ പോകരുത്. മുണ്ടക്കയം, പാറത്തോട് പഞ്ചായത്തുകളിലെ ജനവാസ മേഖലയെ ആകെ തന്നെ ബാധിക്കുന്ന, മണിമലയാറിൻ്റെ തീരങ്ങളിൽ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരെയും ബാധിക്കുന്ന ഗുരുതരമായ ചില പാരിസ്ഥിതിക പ്രശ്നങ്ങളെയാണ് ഈ എപ്പിസോഡിലൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനു മുമ്പ് രണ്ട് വാക്ക് പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് വരാം. അപ്പോൾ 2024 എന്ന് പറയുന്നത് നദികൾ ഒഴുകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രോജക്റ്റാണ് പരിസ്ഥിതി സംബന്ധമായി ഞങ്ങൾ മുൻപോട്ട് വയ്ക്കുന്നത്. പരിസ്ഥിതി ശാസ്ത്ര സമിതി എന്ന പേരിൽ ഒരു ഓർഗനൈസേഷൻ രൂപീകരിക്കുകയും AB ബുക്സും റിയൽ ഇന്ത്യ ലൈവും സംയുക്തമായി അതിനോട് കൂടിച്ചേർന്ന് ഈ പ്രോജക്റ്റ് പൊതുജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയുമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ 44 നദികളാൽ സമ്പന്നമായ ഒരു സംസ്കാരത്തിൻ്റെ ഉടമകളാണ് നമ്മൾ. ആ 44 നദികളുടെയും ഇന്നത്തെ അവസ്ഥ എന്താണ്? വാസ്തവമായും നദികളും ചെറിയ തോടുകളും വലിയ കനാലുകളും വലിയ തോടുകളും അതിൽ നിറഞ്ഞിരുന്ന മത്സ്യസമ്പത്തുമൊക്കെ ഇപ്പോഴെങ്ങനെ അത് പരിസ്ഥിതിയോട് എങ്ങനെ ഇണങ്ങിപ്പോകുന്നു? മനുഷ്യൻ നദികളോട് എന്ത് ചെയ്യുന്നു? നദികളുമായി എങ്ങനെ യോജിച്ച് പ്രവർത്തിക്കുന്നു? ഇതൊക്കെ ഒന്ന് കണ്ടുപോകാമെന്നതാണ് ഈ പ്രോജക്റ്റ് കൊണ്ട് ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത്. ഞങ്ങളുടെ ഈ പ്രവൃത്തിക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. പരിസ്ഥിതി സംബന്ധമായ ബോധവൽക്കരണമാണ് അതിലേറെ ഊന്നൽ നൽകിക്കൊണ്ട് ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത്. സമൃദ്ധമായ നദീസമ്പത്തുള്ള നമ്മുടെ സംസ്ഥാനം ആ നദികളെ വേണ്ടവണ്ണം കരുതുന്നില്ല എന്നതാണ് നാം ഗൗരവതരമായി ചിന്തിക്കേണ്ട ഒരു വിഷയം. പമ്പ മുതൽ ഭാരതപ്പുഴ വരെ എന്ന പേരിലാണ് ഞങ്ങൾ ഈ 2024 പരിസ്ഥിതി വർഷം നദികളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ചിന്തിക്കുന്നത്. ഞങ്ങളുടെ ഈ ചിന്തയ്ക്കും ഞങ്ങളുടെ ഈ പഠനത്തിനും ഞങ്ങളുടെ ഈ ബോധവൽക്കരണ പരിപാടികൾക്കുമൊക്കെ വലിയ സാമൂഹിക രാഷ്ട്രീയ ഉദ്യോഗസ്ഥ തലങ്ങളിലെ പ്രശംസ അർഹിക്കുന്ന വ്യക്തിത്വങ്ങൾ അല്ലെങ്കിൽ ബഹുമാനം അർഹിക്കുന്ന വ്യക്തിത്വങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന പിന്തുണയാണ് ഞങ്ങളെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മുൻപോട്ട് നയിക്കുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ജസ്റ്റിസ് പത്മഭൂഷൺ KT തോമസ് സാറാണ് ഈ പ്രോജക്റ്റിൻ്റെ ആദ്യ സന്ദേശം നമുക്ക് നൽകിയിരിക്കുന്നത്. അദ്ദേഹം ഈ സമ്മേളനത്തിൻ്റെ അല്ലെങ്കിൽ ഈ പ്രചരണ പരിപാടിക്ക് ആശംസ അറിയിച്ചതിൽ അദ്ദേഹത്തോടുള്ള നന്ദി രേഖപ്പെടുത്തട്ടെ. രണ്ടാമത് സമ്മേളനം ഉദ്ഘാടനം ചെയ്യാമെന്ന് സമ്മതിച്ചിരിക്കുന്നത് ഗവൺമെൻറ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് സാർ അവറുകളാണ്. അദ്ദേഹത്തോടും ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു. അതുപോലെ എടുത്തു പറയാവുന്ന മന്ത്രിമാരടക്കം നേതാക്കന്മാരടക്കം സാമൂഹിക സാംസ്കാരിക രംഗത്തെ ആളുകളടക്കം ഒരുപാട് പേര് ഈ സംരംഭത്തിന് സർവാത്മന പിന്തുണ അറിയിച്ചിട്ടുണ്ട് എന്നും കൂടി പറയാൻ അഭിമാനമുണ്ട്. ഇനി നമുക്ക്
വിഷയത്തിലേക്ക് വരാം. ഞാൻ പറഞ്ഞു, മുണ്ടക്കയം പാറത്തോട് പഞ്ചായത്തുകളിലും മണിമല ആറിൻ്റെ തീരത്ത് ജീവിക്കുന്ന മനുഷ്യരിലും ആശങ്ക പടർത്തുന്ന ചില ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് നമുക്ക് ആദ്യത്തെ ഈ എപ്പിസോഡ് ആരംഭിക്കാം. ബൈപ്പാസ് നിർമ്മാണത്തോടനുബന്ധിച്ച് ഒരു പൈപ്പ് ഇട്ട് നേരെ ഡയറക്റ്റ് മലിനജലം മണിമല ആറ്റിലേക്കാണ് പോകുന്നത്. മാഡം, ഞാനൊരു കാര്യം ചോദിക്കാനാണ് വിളിക്കുന്നത്. മാഡം പറയുന്ന കാര്യങ്ങൾ ഞാൻ ഇവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അത് സംപ്രേഷണം ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത്. ഞാനൊരു ചാനലിനെ പ്രതിനിധീകരിച്ചാണ് മാഡത്തോട് സംസാരിക്കുന്നത്. എൻ്റെ പേര് സ്കറിയ കുര്യൻ എന്നാണ്. റിയൽ ഇന്ത്യ ലൈവ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഞാൻ ചെയ്യുന്നുണ്ട്. ആ ചാനലിന് വേണ്ടിയാണ് ഞാൻ മാഡത്തെ വിളിക്കുന്നത്. മാഡം, നമ്മുടെ മുണ്ടക്കയം ബസ് സ്റ്റാൻഡിൽ വളരെ മനോഹരമായി ഒരു കംഫർട്ട് സ്റ്റേഷൻ പണി കഴിപ്പിച്ചിട്ടുണ്ടല്ലോ. ആ കംഫർട്ട് സ്റ്റേഷനിലെ വേസ്റ്റ് സംഭരിക്കാനുള്ള സംവിധാനം അതിലൊരുക്കിയിട്ടുണ്ടോ? അതിനെക്കുറിച്ച് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. നമുക്കിപ്പോൾ അതിന് 3 സോക്ക് പിറ്റാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. ആ കംഫർട്ട് സ്റ്റേഷൻ അത് BOT അടിസ്ഥാനത്തിൽ നിർമ്മിച്ചതാണ്. അപ്പം 3 സോക്ക് പിറ്റ് ഉണ്ട്. അപ്പോൾ സോക്ക് പിറ്റ് ഇവിടെ ഈ ചെങ്കല്ല് പോലത്തെ കല്ലാണ്. പിന്നെ അതുപോലെ ഇങ്ങനെ 2 മലയുടെ ഒരു ഇടുക്ക് വന്നതുകൊണ്ട് ഇവിടെ ഉറവച്ചാലുള്ളവിടമാണ്. അപ്പം മഴക്കാലത്ത് ഇപ്പം വേനൽ സമയത്ത് ഈ 3 സോക്ക് പിറ്റിലേക്കും വെള്ളം ശേഖരിച്ചു വെക്കും. ഓവർഫ്ലോയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ആ 3 സോക്ക് പിറ്റിൽ ഇത് സംഭരിക്കും. പക്ഷെ മഴക്കാലത്ത് ഈ സോക്ക് പിറ്റ് അടക്കമുള്ള അവിടെ ഉറവച്ചാൽ വരുമ്പോഴത്തേക്കും ഈ സോക്ക് പിറ്റ് നിറഞ്ഞിട്ട് വെള്ളം മുകളിലോട്ട് വരും. അപ്പൊ അത് ഓവർഫ്ലോ വന്ന് സ്റ്റാൻഡിനകത്തൂടെ ഒഴുകും. പിന്നെ അതിന് ഈ സ്റ്റാൻഡിന്റെ നടുക്കൂടെ ഒരു ഓടയുണ്ട്, അതിനകത്തൂടെ എല്ലാം പോകും. അത് ഈ മഴക്കാലത്താണ് ഇങ്ങനെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ കഴിഞ്ഞ വാർഷിക പദ്ധതിയിൽ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് എന്നും പറഞ്ഞ് ഒരു പദ്ധതി ഇട്ട് ശുചിത്വ മിഷന്റെ SBM ഫണ്ടും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന് പദ്ധതി വെക്കുകയും അതിന് ആദ്യം DPR തയ്യാറാക്കാനായിട്ട് ആദ്യം ഞങ്ങൾ 2 ലക്ഷമാണ് കഴിഞ്ഞ 22-23 ഇട്ടത്. അപ്പം ആ 2 ലക്ഷം പോരാ, 5 ലക്ഷം വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും അത് അടുത്ത ഇതിൽ തോൾ കൂട്ടി വെച്ച് 5 ലക്ഷം ഇട്ടു. അപ്പൊ ആ DPR തയ്യാറാക്കാനായിട്ട് നമ്മൾ ടെൻഡർ വിളിക്കുകയും ഇപ്പോൾ ഈ എറണാകുളത്തുള്ള ഒരു കമ്പനിയാണ് ശുചിത്വ മിഷന്റെ അംഗീകാരമുള്ള ഒരു കമ്പനി അത് എടുത്തിട്ടുണ്ട്. അവര് DPR തയ്യാറാക്കി അത് DPCക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ DPR തയ്യാറാക്കുമ്പോൾ ഇതിനകത്തെ ഈ വേസ്റ്റ്, ഈ സോക്ക് പിറ്റിലെ വെള്ളം ശേഖരിച്ച് അത് ട്രീറ്റ് ചെയ്ത് റീയൂസ് ചെയ്യാൻ തക്ക രീതിയിൽ, അതായത് നമ്മൾ മുഖം കഴുകാനോ ഒന്നും ഉപയോഗിക്കാതെ ഈ ലാട്രിനിലെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിന്റെ DPR തയ്യാറാക്കി സമർപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം അതിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പം അവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വേസ്റ്റ് എങ്ങനെയാണ് നിർമ്മാർജ്ജനം ചെയ്യുന്നത്? അത് എവിടെയാണ് ചെന്ന് ചേരുന്നത്? അതേക്കുറിച്ച് എന്തെങ്കിലും ഒരു ധാരണ ഉണ്ടോ? ഇപ്പോഴ് ഈ സോക്ക് പിറ്റിന്, അതായത് കംഫർട്ട് സ്റ്റേഷനിലെ മാലിന്യം ഈ സോക്ക് പിറ്റിനകത്ത് ആണ്. പക്ഷെ നമ്മുടെ ഈ മണിമലയാറ്റിലേക്ക് അവിടെ ബൈപ്പാസ് നിർമ്മാണത്തോടനുബന്ധിച്ച് ഒരു പൈപ്പ് ഇട്ട് നേരെ ഡയറക്റ്റ് മലിനജലം മണിമല ആറ്റിലേക്കാണ് പോകുന്നത്. ഇവിടെ വന്നിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? അതെ. അപ്പം അത് നമ്മുടെ ഇവിടെ ഈ ഒട്ടേറെ സ്ഥാപനങ്ങളുണ്ട്. അതായത് ലോഡ്ജുകളുണ്ട്, ഹോട്ടലുകളുണ്ട്, പിന്നെ അതുപോലെ ചെറിയ ബേക്കറികളുണ്ട്. അപ്പം ഈ ബേക്കറികൾ
അല്ലെങ്കിൽ ഹോട്ടലുകളുടെ എല്ലാം വേസ്റ്റ്, അവരുടെ ഈ ലോഡ്ജിൽ നിന്നൊക്കെ ഉള്ള വേസ്റ്റ് വെള്ളം ഇവർ ഈ ഓടയിലേക്കാണ് വെച്ചിട്ടുള്ളത്, അതിന്റെ പൈപ്പ്. അപ്പൊ കഴിഞ്ഞ ഒരു 2 വർഷം മുൻപ് ഈ ഓടയെല്ലാം തുറന്ന് ആ പൈപ്പുകൾ കണ്ടെത്തി അതെല്ലാം അടച്ചായിരുന്നു. പക്ഷെ അതിനുശേഷം വീണ്ടും ഈ ചില സ്ഥാപനങ്ങള് ഈ പൈപ്പ് ഓടയിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഇപ്പം നമുക്ക് നോക്കുമ്പോൾ ഇപ്പം മഴയുടെ സീസണില്ല, മഴയാകുമ്പോൾ ശരിക്കും നല്ല ഓവർഫ്ലോ, ആ വലിയ കുഴൽ നിറച്ചാണ് മഴവെള്ളം വന്ന് ആറ്റിലേക്ക് ചാടുന്നത്. പക്ഷെ ഇപ്പോഴാ ഇതിനകത്ത് നമുക്കറിയാം കറുത്ത വെള്ളമാണ് വരുന്നത്, മലിന ജലമാണ് വരുന്നത്. അതൊരിക്കലും ഒരു ഓവർഫ്ലോയോ അല്ലെങ്കിൽ ഈ പിന്നെ ഉറവച്ചാലോ അല്ല, അത് ശരിക്കും ഈ ഹോട്ടലുകളുടെയോ ലോഡ്ജിന്റെയോ ഒക്കെ ഓവുചാലാണ്. അപ്പം അതിന് ഞങ്ങൾ കഴിഞ്ഞ ദിവസം എല്ലാ സ്ഥാപനങ്ങൾക്കും നോട്ടീസ് കൊടുത്തു. നിങ്ങളുടെ മാലിന്യം അതാത് വ്യക്തികളുടെ സ്ഥാപനങ്ങളുടെ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കണമെന്നും പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ആ നോട്ടീസ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ അവര് വ്യാപാരി വ്യവസായികൾ ഇവിടെ വന്നിരുന്നു. അവർ പഞ്ചായത്തുമായിട്ട് സഹകരിക്കാൻ തയ്യാറാണ്. ഈ ട്രീറ്റ്മെന്റ് പ്ലാന്റ്, അതായത് നമുക്ക് ഇപ്പൊ ഈ കംഫർട്ട് സ്റ്റേഷനിൽ ഇവിടെ ട്രീറ്റ് ചെയ്ത് ഉപയോഗിക്കാം. പിന്നെ ഓടയിൽ നിന്ന് വരുന്ന വെള്ളം ഈ മണിമലയാറിന്റെ ആ സൈഡിൽ തന്നെ അവിടെ ട്രീറ്റ്മെന്റ് പ്ലാന്റ് നിർമ്മിക്കുക, അല്ലെങ്കിൽ ഈ വെള്ളം സംഭരിച്ചുകൊണ്ട് അത് പൈപ്പ് വഴി ഈ സ്റ്റാൻഡിൽ വെക്കുന്ന ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്ക് കൊണ്ടുവരുവാനുള്ള സംവിധാനം വേണം, അത് നിർമ്മിക്കണം. അപ്പൊ ഇന്നലെ വ്യാപാരി വ്യവസായികൾ വന്ന് അവരതിനോട്, അല്ലെങ്കിൽ ഈ പൊതു ഓടയ്ക്കകത്തേക്ക് ഈ പൈപ്പ് വെച്ചിട്ടുണ്ടല്ലോ, അങ്ങനെയുള്ള സ്ഥാപനങ്ങളെ കണ്ടെത്തി അവർക്കെതിരെ നടപടി സ്വീകരിക്കുകയും ആ വെച്ചിരിക്കുന്ന പൈപ്പുകൾ എടുത്തു മാറ്റുന്നതിന് ഞങ്ങൾ സഹകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ശനിയാഴ്ച അവധിയായി, വെള്ളി ശനി അവധിയായതുകൊണ്ട് തിങ്കളാഴ്ച അവരെല്ലാം ഒന്നുകൂടെ വിളിക്കുക, സർവകക്ഷി യോഗം പോലെ വിളിച്ച് കടക്കാരോടും പറഞ്ഞ് നമ്മുടെ മാലിന്യം സംസ്കരിക്കാനായിട്ടുള്ള ഒരു നടപടി എല്ലാവരും സ്വീകരിക്കണമെന്നുള്ളൊരു ഒരു മെസ്സേജ് കൊടുക്കാനായിട്ട് അവർ സർവകക്ഷി യോഗം വിളിച്ചതിന് ശേഷം ഒരു ചൊവ്വാഴ്ച ബുധനാഴ്ചയോട് കൂടി നമുക്ക് ഈ സ്ലാബ് എടുത്തെങ്കിൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ ഇത് ഏതൊക്കെ സ്ഥാപനങ്ങളാണ് വെച്ചിട്ടുള്ളതെന്ന്. അപ്പൊ അവർക്കെതിരെ നിയമപരമായിട്ട് തന്നെ നടപടി സ്വീകരിക്കാനായിട്ടാണ് പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുള്ളത്. അതെ, ഓക്കെ മാഡം. അപ്പം ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ കംഫർട്ട് സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുന്ന കുഴൽ പോയി എത്തിച്ചേരുന്നത് മണിമലയാറ്റിലാണ്, അതായത് കോസ്വേയില്. ആ കോസ്വേയിലേക്ക് ചെന്ന് ചേരുന്ന വെള്ളം മാലിന്യം തന്നെയാണ് എന്നതിന് അതെ, മാലിന്യം. അത് പക്ഷെ കംഫർട്ട് സ്റ്റേഷനിലെ സാറേ ഇപ്പോഴ് ഈ സോക്പിറ്റ്, കംഫർട്ട് സ്റ്റേഷന്റെ ആ മാലിന്യം വെള്ളം എടുക്കാനായിട്ടുള്ള സോക്പിറ്റ് ഉണ്ട്. ഈ മഴക്കാലത്താണ് ഇത് ഓവർഫ്ലോ ചെയ്യുന്നത്. ഇപ്പോഴതിലെ വെള്ളം അതിൽ തന്നെയാണ് ആണ്. പിന്നെ വരുന്ന ഈ സ്ഥാപനങ്ങളിലെ, അതായത് ചില പിന്നെ ലോഡ്ജുകളിലെയൊക്കെ എന്ന് പറയുമ്പം അറിയാവില്ല, അവിടെ നിന്നൊക്കെ നല്ല വെള്ളമല്ല വരുന്നത്. അതായത് യൂറിൻ അടക്കമുള്ള വെള്ളമാണ് ഈ വരുന്നത്, അതാണ് ഇപ്പം വന്ന് ഈ വീഴുന്നത്. അപ്പൊ ആ ലോഡ്ജുകൾക്ക് ഇത് കണ്ടെത്തി അവർക്കെതിരെ നിയമപരമായിട്ടുള്ള നടപടി സ്വീകരിക്കാനും അവർക്ക് അവരുടെ മാലിന്യം എവിടെയെങ്കിലും സംസ്കരിക്കാം. അവർക്ക് തന്നെ സോക്പിറ്റ്, അതിന് ഈ ഗ്രൗണ്ടുകളും മറ്റു കാര്യങ്ങളും ഉണ്ടെങ്കിൽ അവിടെ തന്നെ ഈ സോക്പിറ്റ് എടുത്ത് ഇവരുടെ വേസ്റ്റ് വെള്ളം മാറ്റാനായിട്ടുള്ള ഒരു സമയം കൊടുക്കുക, അവർക്ക് അതിനായിട്ടുള്ള നിർദ്ദേശം കൊടുക്കുകയും ചെയ്യും. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഒരു കാരണവശാലും മാലിന്യം നദിയിലേക്ക് തള്ളിക്കൂടാത്തതാണ് എന്ന് നമുക്ക് നിയമം അനുശാസിക്കുന്നുണ്ട്, അത് കുറ്റകരവുമാണ്. അപ്പം അങ്ങനെ കുറ്റകരമായ ഒരു പ്രവൃത്തി നമ്മുടെ പഞ്ചായത്തിൻ്റെ തന്നെ നേതൃത്വത്തിൽ നടന്നു വരുന്നു എന്ന് പറയുമ്പോൾ അതിനകത്തൊരു വല്ലാത്ത ഒരു ബുദ്ധിമുട്ട് ഇല്ലേ? പറഞ്ഞോളൂ സാറേ. അത് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ എന്ന് പറയരുത്. ശരിക്കും പറഞ്ഞാല് ഇതിനു മുൻപ് ആ ബൈപ്പാസിന്റെ നിർമ്മാണത്തിന്റെ സമയത്ത് ഈ മണിമലയാറ്റിലേക്ക് ആ ഓവുചാല് വെച്ച് തന്നെ മുൻകാഴ്ചപ്പാടില്ലാതെയുള്ള നിർമ്മാണ പ്രവർത്തനമാണ്. അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. ഏതൊരു വ്യക്തിക്കും അറിയാം, ഈ മണിമലയാറെന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയോ ജനങ്ങൾ ആശ്രയിക്കുന്നതാണ്. പൊതു കുടിവെള്ള പദ്ധതിയും ഒരുപാട് ആൾക്കാർ ആശ്രയിക്കുന്നതാണ്. അതിനകത്തേക്ക് അന്ന് ഇത് നിർമ്മാണത്തിന്റെ സമയത്ത് അവിടെ കാടും ഒക്കെ നിന്നിരുന്നു. അപ്പൊ ഇത് വന്ന് ഈ വെള്ളം വന്ന് വീഴുന്ന ആരും കാണുന്നില്ല. പക്ഷെ ഇപ്പോഴത് തെളിഞ്ഞ് ആ വലിയ ഇതിൽ തന്നെ അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് തോന്നും. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ
നമ്മൾ ഒരു കപ്പ് വെള്ളം എടുത്താൽ അതിനകത്ത് നമ്മൾ വേറൊരാളുടെ കൈവിരൽ വെച്ച നമ്മൾ ആ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുകയില്ല. അങ്ങനെ വൃത്തിയുള്ള അല്ലെങ്കിൽ അതുപോലെ സൂക്ഷിക്കേണ്ട വെള്ളത്തിനകത്തോട്ട് ഇതുപോലെ കൊണ്ടുപോയി വെച്ചു. ശരിക്കും പറഞ്ഞ അത് NH അന്നത്തെ എഞ്ചിനീയർ അടക്കമുള്ള നിർമ്മാണ പ്രവർത്തനം നടത്തിയിട്ടുള്ള ജനപ്രതിനിധികൾ അടക്കമുള്ളവർ അതിന്റെ തെറ്റുകാരാണ്. കാരണം അത്രയും വലിയൊരു മുൻകാഴ്ചപ്പാടില്ലാതെ പരിസ്ഥിതിക്ക് ദോഷകരമായിട്ടുള്ള നിർമ്മാണമാണ് നടത്തിയിട്ടുള്ളത്. അപ്പം ഇനി അതിന് വേണ്ടിയിട്ട് ചെയ്യാനുള്ള, ഇനി ഇത് ആവർത്തിക്കാതിരിക്കാനായിട്ടോ അല്ലെങ്കിൽ അത് നദി മലിനപ്പെടാതെയും ഉള്ള ഒരു നിർമ്മാണ പ്രവർത്തനമാണ് നമുക്ക് ആവശ്യം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ട ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ്. ഇത് പൊതുവെ എല്ലാവരും കാര്യങ്ങൾ പറയും, പക്ഷെ അവനവന്റെ ഒരു ഇതിലേക്ക് വരുമ്പോഴത്തേക്കും അവരെതിർക്കും. കാരണം ഇപ്പൊ ഇവിടെയുള്ള വ്യാപാരി വ്യവസായികളടക്കം എല്ലാവരും അതിനോട് സഹകരിക്കുന്നുണ്ട്. ഇന്നലെ എല്ലാവരും വന്ന് നമുക്കിതിന് ശാശ്വത പരിഹാരം കാണണം. അതുകൊണ്ടാണ് നമുക്കിതിന് വേറെ ഈ വെള്ളം അവിടെ ചെന്ന് സ്റ്റോർ ചെയ്ത് അത് ട്രീറ്റ് ചെയ്തിട്ട് നദിയിലേക്ക് ഒഴുക്കാം. പക്ഷെ അതിനായിട്ട് അവിടെ നമുക്ക് ഇപ്പൊ നമ്മൾ ഈ സീവേജ് ട്രീറ്റ്മെന്റിന്റെ DPR തയ്യാറാക്കുന്നവരും പറഞ്ഞ് അവിടെ 5 സെന്റ് സ്ഥലം വേണമെന്നുള്ളതാണ് പറയുന്നത് ഈ പ്ലാന്റ് സ്ഥാപിക്കാനായിട്ട്. പക്ഷെ നമുക്ക് അവിടെ 5 സെന്റ് സ്ഥലം ഇല്ല. പിന്നുള്ള ബൈപ്പാസിന്റെ ആ സൈഡാ ഉള്ളത്. അപ്പൊ അവിടെ ഈ 5 സെന്റ് എടുക്കാനായിട്ടുള്ളതില്ല. അതിന് സർക്കാരുമായിട്ട് ഇന്ന് MLA മീറ്റിംഗ് ഇവിടെ ഉണ്ടായിരുന്നു. MLA ഈ കാര്യം ബോധിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് നമുക്ക് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം കാണണം. ശരിക്കും പറഞ്ഞാൽ ഒരു ജനപ്രതിനിധി എന്നതിലുപരി ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമ്മൾ ഈ മാലിന്യം ഇത് ഏറ്റവും നമുക്ക് സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനം വേണമെന്നുള്ള കാഴ്ചപ്പാടോട് കൂടിയാണ് ഈ ഭരണസമിതി ഉള്ളതും. അതാണ് നമുക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു ശാശ്വത പരിഹാരം വേണമെന്നുള്ള ആ തീരുമാനത്തോട് ഒരു പദ്ധതി വെക്കുന്ന നടപ്പിൽ വരുത്താനായിട്ട് നോക്കുന്നു. അതോടൊപ്പം ജനങ്ങളെ ഇത് ബോധവൽക്കരിക്കുന്നതും. ഇടുക്കി ജില്ലയിലെ പീരുമേട്ടിൽ സമുദ്രനിരപ്പിൽ നിന്ന് 1156 അടി ഉയരത്തിലാണ് മണിമലയാറിൻ്റെ ഉത്ഭവം. ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലൂടെയാണ് മണിമലയാർ കടന്നു പോകുന്നത്. ഇതിൻ്റെ ഓട്ടദൈർഘ്യം 92 കിലോമീറ്ററായി കണക്കാക്കപ്പെടുന്നു. ഇവിടെ ഉത്ഭവ സ്ഥാനത്തു തന്നെ ഇത്രയേറെ മാലിന്യങ്ങൾ വഹിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന ഈ നദി ഈ പറഞ്ഞ മേഖലകളിൽ ജീവിക്കുന്ന മനുഷ്യരിലേക്ക് സാംക്രമിക രോഗാണുക്കളെ സംഭാവന ചെയ്തുകൊണ്ടാണ് സഞ്ചരിക്കുന്നതെന്ന് ഇതിനാൽ നമ്മളോട് അത് വിളിച്ചറിയിക്കുകയാണ്. കാരണം ഈ പറഞ്ഞ മേഖലകളിലെ മുഴുവൻ മനുഷ്യരും ഈ നദിയെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആശ്രയിച്ച് ജീവിച്ചു വരുന്നവരാണ്. അവർ കഥയറിയാതെ രോഗബാധിതരായി ജീവിതം ഹോമിക്കാൻ വിധിക്കപ്പെട്ടവരായി തീർന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നാം ഇത്രയേറെ കൃത്യമായി കാര്യങ്ങൾ കണ്ടതുകൊണ്ട് ഇനി ഒരു നിമിഷം പോലും ഇത് അനുവദിച്ചുകൂടാ എന്ന് എല്ലാവരും ചേർന്ന് തീരുമാനമെടുക്കേണ്ട ഒരു സന്ദർഭമാണ് എന്ന് മാത്രം ഓർമ്മിപ്പിക്കട്ടെ. ഇനി മറ്റൊരു നദിയെ നമുക്ക് പരിചയപ്പെടാം.